നമസ്കാരം. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കും. 17ാം ലോക്സഭയുടെ സ്പീക്കറായിരുന്ന ഓം ബിർളയെ ബിജെപി വീണ്ടും പരിഗണിച്ചപ്പോൾ കൊടിക്കുന്നിൽ സുരേഷാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാമെന്ന ഉറപ്പ് സർക്കാർ നൽകാത്ത അല്ലെങ്കിൽ പാലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം സ്പീക്കർ പദവിയിലേക്ക് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ഡിബേറ്റിൽ പരിശോധിക്കുന്നത്. കൊടിക്കുന്നിലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതിപക്ഷത്തിന്റെ കരുത്തിന്റെ സൂചനയോ? ഈ ചർച്ചയിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ വസന്ത് തെങ്ങുംപള്ളി, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ ഷാബു പ്രസാദ്, വലത് നിരീക്ഷകൻ എന്നിവരാണ്. ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാര്യ നമ്മൾ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിലേക്ക് അല്പസമയത്തിനകം വരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇന്നലെ ഈ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷ പിന്തുണ തേടിയിരുന്നു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യ സഖ്യത്തിലെ ആളുകളുമായി സംസാരിച്ചിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്ന ഒരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിന് വഴങ്ങാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ മത്സരത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് ഒരു പ്രതിപക്ഷ കരുത്തിന്റെ സൂചനയായി തന്നെയാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിപക്ഷത്തുള്ളവരുടെ ഒരു കരുത്ത് കാട്ടാനുള്ള ഒരു അവസരം അത് നഷ്ടപ്പെടുത്തേണ്ട എന്ന തീരുമാനത്തിൽ നിന്നാണോ ഇത് മത്സരത്തിലേക്ക് എത്തുന്നത്? അല്ലെ രേണു, നോക്കൂ, കണ്ടാലും പഠിക്കാത്തവർ കൊണ്ടു തന്നെ പഠിക്കൂ എന്നൊരു ചൊല്ലില്ലേ? അപ്പോ NDA സർക്കാർ ഈ തവണ ഞാണിമേൽ തൂങ്ങി നിൽക്കുന്ന NDA സർക്കാർ കൊണ്ടു തന്നെ പഠിക്കട്ടെ എന്നുള്ളതാണ് നിലപാട്. പ്രോടൈം സ്പീക്കറിന്റെ കാര്യത്തിൽ ഇതുവരെയുള്ള എല്ലാ നടപ്പ് രീതികളെയും തച്ചു തകർത്തുകൊണ്ട് പൂർവാധികം എല്ലാ കാര്യങ്ങളിലും എല്ലാ ആസ്പെക്ടുകളിലും യോഗ്യനായ കൊടുക്കുന്നിലിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, കൊടുക്കുന്നിലിന്റെ ആ അവകാശത്തെ ലംഘിക്കാൻ വേണ്ടി BJP മുമ്പോട്ട് പോയി. രണ്ടാമത്, ഡെപ്യൂട്ടി സ്പീക്കറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണകളിൽ പറഞ്ഞത് കോൺഗ്രസിന് മതിയായ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കാൻ മതിയായ നമ്പർ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ഞങ്ങൾ 100 പേരുടെ വലിയ പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അതിനേക്കാൾ വലിയ പിന്തുണ ഇന്ത്യ മുന്നണിക്ക് സ്വാഭാവികമായും ഉണ്ടേ താനും. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സ്വാഭാവികമായും അത് പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ ഒറ്റകക്ഷി, ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് എന്ന നിലപാട് AICCയുടെ അധ്യക്ഷൻ BJP നേതൃത്വത്തെ അറിയിച്ചു. BJPയുടെ പാർലമെന്ററി കാര്യ മന്ത്രിയെ വളരെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. പക്ഷേ എന്നിട്ടും അവർ പിടിവാശിയിൽ നിന്ന് പുറകോട്ട് വരാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല രേണു, നോക്കൂ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്ത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന് പകരം മറ്റു പലരെ അങ്ങ് സഹായിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ ഇവിടെ ഒരു വിള്ളൽ ഉണ്ടാക്കിയേക്കാം എന്നുള്ള ശ്രമത്തിനുള്ള തിരിച്ചടി കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നതിൽ സംശയം വേണ്ട. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ജയിച്ച BJP, ജയിച്ച NDA യോഗം വിളിക്കുന്നതിന് മുമ്പ് ഇന്ത്യ മുന്നണി യോഗം നിങ്ങളുടെ ഭാഷയിൽ തോറ്റു എന്ന് പറയുന്ന, അതായത് ഇത്രമാത്രം വർഗീയത വമ്പിപ്പിച്ചിട്ടും ഞങ്ങൾ ഇത്രയും വലിയ നമ്പറിലേക്ക് എത്തിയപ്പോൾ ജയിച്ചു എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്പറുകളുടെ കാര്യത്തിൽ തോറ്റുപോയ ഇന്ത്യ മുന്നണി ഏറ്റവും ആദ്യം യോഗം വിളിച്ചു. അത് ഞങ്ങളുടെ കെട്ടുറപ്പിന്റെ ഭാഗമാണ്. BJPക്ക് വലയിട്ട് പിടിച്ചാൽ, EDയുടെ വലയിട്ട് പിടിച്ചാൽ, CBIയുടെ ചൂണ്ടയിട്ട് പിടിച്ചാൽ ഇനി ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആരെയും കിട്ടില്ല എന്നുള്ളതിന്റെ തെളിവും കൂടിയായിരിക്കും, എന്നുള്ളതിന്റെ വിധി പ്രഖ്യാപനം കൂടിയായിരിക്കും, എന്നുള്ളതിന്റെ ഉറച്ച സ്വരം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നതിൽ സംശയം വേണ്ട. മറ്റൊരു അത്ഭുതം കൂടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണാൻ കാത്തിരുന്നോളൂ. BJP അംഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് NDA മുന്നണിയിലെ ചില അംഗങ്ങളിൽ നിന്ന് വരെ ഞങ്ങൾ വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ അവരോടും വോട്ട് അഭ്യർത്ഥിക്കും. സ്വാഭാവികമായും ഒരു അത്ഭുതം സംഭവിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നു എന്ന ചരിത്രത്തോടൊപ്പം തന്നെ ആദ്യമായി ഭരണമുന്നണിയിൽ നിന്ന് അല്ലാതെ മറ്റൊരാൾ ജയിച്ചു വരുന്നു എന്ന ചരിത്രം കൂടി ഇത്തവണ രേഖപ്പെടുത്തിയാലും അത്ഭുതപ്പെടാനില്ല. ആദ്യമായിട്ടല്ല, 46-ലും 52-ലും 76-ലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നതിന്റെ ചരിത്രം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നതാണ്. അപ്പോൾ എന്താണ്, നിങ്ങളൊരു അട്ടിമറി പ്രതീക്ഷിക്കുന്നു എന്നതാണോ വസന്ത് പറഞ്ഞു വെക്കുന്നത്? എന്താണ് സംശയം? അട്ടിമറി ഞാൻ പറഞ്ഞല്ലോ, BJPയിൽ നിന്ന്, NDAയിൽ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായ പിന്തുണ ഉണ്ടാവും എന്നതിൽ സംശയം വേണ്ട. മോദി, അമിത്ഷാ, അച്യുതണ്ടിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് നടത്താൻ വേണ്ടി BJPയിലെ പല നേതാക്കളും കാത്തിരിപ്പുണ്ട്. NDA യോഗത്തിലെ പല നേതാക്കളും കാത്തിരിപ്പുണ്ട്. അവർ NDAയിലെ തന്നെ ഇപ്പൊ നോക്കൂ, NDAയിലെ പ്രധാനപ്പെട്ട 2 കക്ഷികളും ആവശ്യപ്പെട്ട സ്പീക്കർ സ്ഥാനമായിരുന്നു. നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് BJP അത് വിട്ടുകൊടുക്കാത്തത്? സ്പീക്കർ പദവിക്ക് ചില പ്രത്യേക അധികാരങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളിലും BJP ചെയ്യുന്നത്, സംസ്ഥാനങ്ങളിൽ BJP ചെയ്തെന്താണ്? ബീഹാറിൽ അവർ ആദ്യം നിതീഷ് കുമാറിനെ കൂടെ കൂട്ടി. പിന്നീട് അധികാരം പിടിക്കാൻ വേണ്ടി BJPയേക്കാൾ സീറ്റ് കുറവുള്ള നിതീഷ് അവിടെ മുഖ്യമന്ത്രി പദം കൊടുത്തു. ഒടുക്കം നിതീഷിന് തന്നെ വെളിയിറങ്ങി വന്ന് പറയേണ്ടി വന്നു, എന്റെ പാർട്ടിയെ പിളർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ പാർട്ടിയെ പിളർത്താൻ ശ്രമിച്ചാൽ, NDAയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്,
അങ്ങനെ പാർട്ടിയെ പിളർത്തി കുറച്ചുപേരെ ഞങ്ങളുടെ കൂടെ നിർത്തി ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് ഈ സർക്കാരിനെ കൊണ്ടുപോകാൻ BJP ശ്രമിച്ചാൽ ആ സമയത്ത് നിർണായക ശക്തിയാകുക സ്പീക്കർ പോസ്റ്റാണ്. ഏതാണ് ഔദ്യോഗിക പക്ഷം? ആരാണ് എന്താ പറയുന്നത് ഔദ്യോഗിക പക്ഷത്ത് നിലയുറപ്പിക്കേണ്ടത്? ആരൊക്കെയാണ് ഒറിജിനൽ MP-മാർ? ആരൊക്കെയാണ് ഒറിജിനൽ പാർട്ടി? ഏത് പാർട്ടിക്കാണ് ചിഹ്നം കൊടുക്കേണ്ടത്? തുടങ്ങിയുള്ള കാര്യങ്ങളിൽ സ്പീക്കർ സ്ഥാനത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതുകൊണ്ടാണ് NDA-യിലെ കക്ഷികൾ തന്നെ, നിതീഷ് ആവട്ടെ അല്ലെങ്കിൽ TDP ആവട്ടെ, മറ്റുള്ള പാർട്ടികൾ എല്ലാം തന്നെ ആ സ്പീക്കർ സ്ഥാനം അവരോട് ആവശ്യപ്പെടുന്നത്. എന്നിട്ട് അവർ കൊടുക്കാൻ തയ്യാറായില്ലല്ലോ. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ തവണ ചരിത്രം തിരുത്തി കുറിക്കപ്പെടും. വളരെ കൃത്യമായി പ്രതിപക്ഷത്ത് നിന്ന് ഈ തവണ ഞങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥി NDA-യിലെ വിവിധ കക്ഷികളുടെ, BJP-യിലെ ചില MP-മാരുടെ ഒക്കെ പിന്തുണയോടുകൂടി ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായി ജയിച്ചു വരും എന്നതിൽ സംശയമാണ്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായി പ്രതിപക്ഷത്ത് നിന്ന് ഒരു സ്പീക്കർ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് പ്രതിനിധി പങ്കുവെക്കുകയാണ്. ശ്രീ ഷാബു പ്രസാദ്.